ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഏതോ ജന്മകൽപ്പനയിലെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്, ശുഭദിനം നേർന്നുകൊണ്ട് ഇന്നത്തെ റിവ്യൂയിലേക്ക് കടന്നാലോ. അങ്ങനെ നമ്മുടെ ശ്രുതി വാതിലിൽ ഇങ്ങനെ മുട്ടുമ്പോഴേക്കും നമ്മുടെ അഞ്ജലി പറയുന്നുണ്ട്, ശ്രുതി ആയിരിക്കും വന്നിട്ടുണ്ടാവുക എന്ന് പറയുമ്പോഴേക്കും ശ്യാം അവിടെ നിന്ന് പതുക്കെ എസ്കേപ്പ് ആവാൻ പോവാട്ടോ. അല്ല, ശ്യാമേട്ടൻ ഇത് എങ്ങോട്ടാണ് പോകുന്നത്? ശ്യാമേട്ടൻ അവിടെ നിൽക്ക്, ഇതുവരെ ശ്രുതി ലക്ഷ്മിനെ പരിചയപ്പെട്ടിട്ടില്ലല്ലോ, ഇന്ന് നമുക്ക് പരിചയപ്പെടാം എന്ന് പറഞ്ഞാൽ അതിനെന്താ എന്ന് പറഞ്ഞിട്ട് ശ്യാം അവിടെ ചിരിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുക കേട്ടോ. ആ സമയത്ത് ശ്രുതി വരുന്നുണ്ട്. അപ്പോഴേക്കും രാമേട്ടൻ വരുന്നതിൻ്റെ പുറത്തേക്ക് ശ്രുതി മോളോ, അഞ്ജലി മോള് പറയുമായിരുന്നു ശ്രുതി മോളായിരിക്കും വന്നിട്ടുണ്ടാവാന്ന്. ചേട്ടാ ദേ ഇതൊക്കെ പലഹാരങ്ങളാ, പിന്നെ അശ്വിൻ സാറുള്ള ഷുഗർ ഫ്രീ പലഹാരം അത് ഞാൻ വേറെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുവാണ്. ആ സമയത്ത് അഞ്ജലി അകത്തുനിന്ന് വിളിക്കുന്നുണ്ട്, ശ്രുതി വേഗം വാ, ദേ നിന്നെ കാണാൻ വേണ്ടി പരിചയപ്പെടാൻ വേണ്ടി ഒരാളുടെ വെയിറ്റിംഗാ, ദേ വരുന്നു മേഡം എന്ന് നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്. അതിന് രാമേട്ടൻ്റെ കയ്യിൽ ആ കിറ്റും സാധനങ്ങളൊക്കെ കൊടുക്കുവാനായിട്ട് രാമേട്ടനോട് പറയുന്നുണ്ട്. രാമേട്ട അത് പറഞ്ഞിട്ട് അയ്യോ ഒരു കാര്യം മറന്നു എന്ന് പറഞ്ഞിട്ട് ബാഗിൽ നിന്ന് ഒരു ബോക്സ് എടുത്തിട്ട് നമ്മുടെ രാമേട്ടൻ്റെ കയ്യിലേക്ക് കൊടുക്കുവാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇത് ഷുഗർ ഫ്രീ ആണ്, അശ്വിൻ സാറിനുള്ളതാണെന്ന് പറഞ്ഞിട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ ശ്യാം ആ സമയത്ത് എന്താ വെച്ചാൽ പതുക്കെ നടന്ന് പോണ സമയത്ത് പെട്ടെന്ന് അവിടെ പൂവിൻ്റെ, അതായത് പൂക്കളിട്ട് വെച്ചൊരു പാത്രം ഉണ്ടാവും, അത് തട്ടിമന്നെ നിലത്തേക്ക് വീഴും കേട്ടോ. ആ സമയത്ത് അഞ്ജലി അയ്യോ എന്തു പറ്റി ശ്യാമേട്ട എന്ന് പറഞ്ഞിട്ട് വേഗം അടുത്തേക്ക് പോകുന്നുണ്ട്. ആ പൂക്കളെല്ലാം തന്നെ പാത്രത്തിലേക്ക് വാരി ഇങ്ങനെ എടുക്കുവാണ്. ആ സമയത്ത് നമ്മുടെ ശ്രുതി അഞ്ജലി മേഡം എന്ന് പറഞ്ഞിട്ട് അടുത്തേക്ക് വരുമ്പോഴേക്കും വേഗം തന്നെ ശ്യാം അവിടെ നിന്ന് പതുക്കെ അവരിരുന്നിട്ട് പൂവെടുക്കുമായിരിക്കും, പതുക്കെ ഇരുന്നിട്ട് അവിടെ നിരങ്ങി അപ്പുറത്തെ റൂമിലേക്ക് ഓടി പോകുക കേട്ടോ. ആ സമയത്ത് അഞ്ജലി അത് കാണുന്നില്ല. ശ്രുതി നീ എത്തിയോ? അതില്ലേ, പിന്നെ അയ്യോ ശ്യാമേട്ടൻ്റെ എവിടെ പോയി എന്നിങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ്. ശ്യാമേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നു നിന്നെ പരിചയപ്പെടാൻ വേണ്ടിയിട്ടേ എന്നിങ്ങനെ പറയാണ്. ഹാപ്പി ദീപാവലി അഞ്ജലി വേണ്ട എന്ന് പറയുമ്പോൾ ഹാപ്പി ദീപാവലി ശ്രുതി. പിന്നെ ഞാൻ പലഹാരങ്ങൾ കൊണ്ടിട്ടുണ്ട്, അശ്വിൻ സാറിനുള്ള ഷുഗർ ഫ്രീ പലഹാരം വേറെ കൊണ്ടുവന്നിട്ടുണ്ട്, നന്നായി എന്ന് പറയുകയാണ്. അങ്ങനെ ശ്യാം വേഗം അടുക്കളയിലേക്ക് പോകുവാണ്. അവിടെ രാമേട്ട പായസം ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരിക്കും. ശ്യാം ചോദിക്കേണ്ടത്, രാമേട്ട ഇത് എന്ത് പായസം ചോദിക്കുമ്പോൾ ഇത് പൈനാപ്പിൾ പായസമാണ്, ഇത് ശ്യാം സാറിനെ കുടിക്കാൻ പാടില്ലല്ലോ, അലർജി അല്ലേ, അതുകൊണ്ട് ശ്യാം സാറിന് ഞാൻ വേറെ പായസം ഉണ്ടാക്കിയിട്ടുണ്ട്, ഇത് പൈനാപ്പിൾ പായസം ഉണ്ടാക്കി കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് മാറ്റി വെക്കുക കേട്ടോ. ആ സമയത്ത് നമ്മുടെ ശ്യാം പറയുന്നുണ്ട്, രാമേട്ട എനിക്ക് കുടിക്കാൻ കുറച്ച് തണുത്ത വെള്ളം വേണം, ഒന്ന് എടുത്ത് തരാമോ? അതിനെന്താ ഞാൻ എടുത്തു തരാമല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രാമേട്ടൻ ഫ്രിഡ്ജ് തുറന്നിട്ട് തണുത്ത വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്യാം അവിടെ ഉണ്ടായിരുന്ന പായസം ഒരു ഗ്ലാസ്സിലെടുത്തിട്ട് ഒറ്റ വലിക്ക് കുടിക്കുക കേട്ടോ. അതിനുശേഷം പെട്ടെന്ന് ചുമക്കുകയാണ്. അപ്പം സമയത്ത് രാമേട്ടൻ ചോദിക്കണ്ട, അയ്യോ കുഞ്ഞെ എന്ത് പറ്റി, എന്ത് പണിയാണ് കുഞ്ഞെ കാണിച്ചത്, പൈനാപ്പിൾ പായസമാണോ കുടിച്ചതെന്ന് ചോദിക്കുമ്പോൾ അയ്യോ രാമേട്ട അത് പൈനാപ്പിൾ പായസമാണോ, നിങ്ങൾ എന്ത് പണിയാണ് കാണിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അത് കൊള്ളാം, ഞാൻ കുഞ്ഞിനോട് പറഞ്ഞതല്ലേ അത് പൈനാപ്പിൾ പായസമാണോ കുടിക്കരുതെന്ന്, എന്നാലും അത് മുമ്പിലെടുത്തപ്പോൾ ഞാൻ അറിഞ്ഞില്ല, ഞാൻ കുടിച്ചു പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര തുമ്മലാണ്ടോ. അപ്പോൾ തുമ്മലിൽ ഒച്ച കേട്ടിട്ട് അഞ്ജലിയും അതുപോലെ തന്നെ ശ്രുതിയും മുത്തശ്ശിയും ലാവണ്യയും മനോരമയൊക്കെ അവിടെ വരുന്നുണ്ട്. അയ്യോ എന്തു പറ്റി ശ്യാമേട്ട എന്ന് അഞ്ജലി ചോദിക്കുമ്പോഴേക്കും നമ്മുടെ രാമേട്ട പറയുന്നുണ്ട്, അതോ ഇവിടെ പൈനാപ്പിൾ പായസം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, അതെടുത്ത് കുഞ്ഞു കുടിച്ചു എന്ന് പറയുമ്പോൾ മനോരമ പറയണ്ടേ എന്ത് പണിയാണ് രാമേട്ട നിങ്ങളെ കാണിച്ചത്, ശ്യാമോന് അറിയത്തില്ലേ പൈനാപ്പിൾ അലർജിയാണെന്ന്, പിന്നെ എന്തിനത് കൊടുത്തതെന്ന് ചോദിക്കുമ്പോൾ അയ്യോ ഞാൻ പറഞ്ഞാണ് കുടിക്കല്ലേ, ഇത് മാറ്റി വെച്ചേക്കണമെന്ന് പറഞ്ഞതാണ്, എന്നിട്ട് ആ കുഞ്ഞു കുടിച്ചതെന്ന് പറയുകയാണ്. ആ സമയത്ത് ശ്യാം ഇങ്ങനെ മുഖത്ത് കർച്ചീഫ് വെച്ചിട്ട് ഇങ്ങനെ മൂടി ഇങ്ങനെ പിടിച്ചിരിക്കുക കേട്ടോ. ശ്രുതി അപ്പം ഇങ്ങനെ എത്തി നോക്കുന്നുണ്ട് ശ്യാമിൻ്റെ മുഖം കാണാൻ വേണ്ടി. പക്ഷേ ശ്യാം ഇങ്ങനെ കർട്ടൻ വെച്ചിട്ട് ഇങ്ങനെ മാറ്റി, അതായത് കർച്ചീഫ് വെച്ചിട്ട് ഇങ്ങനെ പൊതിഞ്ഞ് പിടിക്കുകയാണ്. ആ സമയത്ത് അഞ്ജലി പറയുന്നുണ്ട്, വാ ശ്യാമേട്ട റൂമിലേക്ക് പോകാൻ ഞാൻ മരുന്ന് എടുത്ത് തരാമെന്ന് പറഞ്ഞിട്ട് റൂമിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകണം. അപ്പോൾ ശ്രുതി ഇങ്ങനെ എത്തിയത് നോക്കുമ്പോഴേക്കും നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട്, എന്ത് ചെയ്യാനാ മോളെ, ശ്യാമിന് പൈനാപ്പിള്, നാരങ്ങ അങ്ങനത്തെ സിട്രസ് ആയിട്ടുള്ള ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ തന്നെ അലർജിയാണ് എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ ശ്യാമിനെ റൂമിലേക്ക് കൊണ്ടുപോകണം അഞ്ജലി. അതേസമയം നമ്മുടെ ലാവണ്യയുടെ ഫ്രണ്ട്സ് ചെരിപ്പൊക്കെ ഇട്ടിട്ട് പൂജാ റൂമിലേക്ക് കയറാൻ മുമ്പ് ലാവണ്യ വരുന്നുണ്ട്. അതെ നിങ്ങൾ എവിടെയൊക്കെ പോണത്, ഞങ്ങൾ ഈ റൂമിലേക്ക്, ഈ റൂമിൽ കയറാൻ പാടില്ല, അതെന്താ ഇത് പൂജാ റൂമാണ്, ഇവിടെ ചെരിപ്പിട്ട് കയറാൻ പാടില്ല എന്ന് പറയുമ്പോഴേക്കും ലാവണ്യ നിൻ്റെ ഒരു കാര്യം, നീ പഴഞ്ചരാചാരങ്ങളെയൊക്കെ വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണോ, നീ തന്നെയാണോ ഈ സംസാരിക്കണതെന്ന് ചോദിക്കുമ്പോൾ അതെ ഞാൻ തന്നെയാണ് സംസാരിക്കണത്, അതെ ചെരിപ്പിട്ട് കയറണ്ട കേട്ടോ എന്ന് പറയാണ്. ലാവണ്യ എനിക്കിവിടെ നിന്ന് മതിയായി, ഞങ്ങൾ പോകുക, നീ വരുന്നുണ്ടോ, നമുക്ക് ഒരു ഷോപ്പിംഗ് ഒക്കെ ആവാം, പിന്നെ ബിയറൊക്കെ അടിച്ച് ഇന്നത്തെ ദിവസം അടിച്ചു പൊളിക്കാടി എന്ന് പറയുമ്പോൾ ലാവണ്യ പറയണ്ട, സോറി എനിക്ക് വരാൻ പറ്റില്ല, ഇവിടെ ഇന്ന് പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞാൻ ഇവിടുന്ന് മാറിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര വിഷമവും, പിന്നെ ബിയറൊന്നും അടിക്കാൻ എനിക്കൊട്ടും താല്പര്യമില്ല, എനിക്കിപ്പോൾ പൂജയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ സദ്യവട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ കഴിഞ്ഞിട്ട് പോകാം എന്ന് പറയുമ്പോൾ ഇതെല്ലാം കേട്ട് മുത്തശ്ശിയും അതുപോലെ തന്നെ ശ്രുതി ഒരു മൂലക്ക് മാറിയിരുന്ന് ഇതെല്ലാം തന്നെ കേൾക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ഫ്രണ്ട്സ് പറയണ്ട, നീ ആ മുത്തശ്ശിയുടെ കൂടെ കൂടി നീ ഒരു പഴഞ്ചനായിപ്പോയി, ലാവണ്യ നീ പഴയ രീതിയിലേക്ക് വാ, നമുക്ക് അടിച്ചു പൊളിക്കണ്ടേ, നീ വരുന്നുണ്ടെങ്കിൽ വാ എന്ന് പറഞ്ഞ് ഫ്രണ്ട്സ് വിളിക്കുമ്പോൾ സോറി മേഘ,
സോറി എന്ന് പറയാ ശീതൽ, ഞാൻ വരത്തില്ല. ഞാൻ പറഞ്ഞല്ലോ ഇന്ന് ഞാൻ ഇവിടെ നിന്ന് മാറിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര വിഷമവും. പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ ഞാൻ പഴഞ്ചനായെന്ന്. പഴഞ്ചനായെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. എന്താണെന്നറിയാവോ, ഞാൻ ഇതൊക്കെ ഇഷ്ടപ്പെട്ട് വരുക എന്ന് പറയുമ്പോൾ, ഓ നിൻ്റെ ഒരു കാര്യം, നീ ഒരു കാര്യം ചെയ്യും. ആ മുത്തശ്ശി ഉണ്ടല്ലോ അവരെ പോലെ നേരിയതെടുത്ത് ഒരു ചന്ദനക്കുറിയൊക്കെ തൊട്ടിരിക്കും. അപ്പോൾ ശരിക്കും ഒരു അമ്മച്ചി ലുക്കും ആവും, അതുപോലെ തന്നെ ഒരു കെട്ടിലമ്മയുടെ കാര്യം ഇതും ആകുമെന്ന് പറയാണ്. അതെ, ഞാൻ വേണമെങ്കിൽ അതും ചെയ്യും. കാരണം ഇതൊക്കെ ആസ്വദിച്ചും ഇഷ്ടപ്പെട്ടും വന്നു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഓട്ടോമാറ്റിക്കലി അങ്ങനെയൊക്കെ തോന്നുന്നു പറയുമ്പോൾ, ദേ മേഘ നമുക്ക് പോകാം, ഇവളുടെ സംസാരം കേട്ടാലേ നമ്മളും കൂടി ഇങ്ങനെ ആയി പോകും എന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടികൾ രണ്ടും അവിടുന്ന് പോകുക കേട്ടോ. പോയി കഴിയുമ്പോഴേക്ക് മുത്തശ്ശി നമ്മുടെ ലാവണ്യയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ലാവണ്യനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ലാവണ്യ, ആ ശ്രുതി എത്തിയോ, ഹാപ്പി ദീപാവലി ശ്രുതി എന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കുകയാണ്. അതേ ശ്രുതി, ഈ സാരി അഞ്ജലി ചേച്ചി ശരിക്കും എനിക്ക് സെലക്ട് ചെയ്തതാട്ടോ. നിനക്ക് സെലക്ട് ചെയ്ത സാരിയാണ് ഞാൻ എടുത്തിരിക്കണത്. അയ്യോ സാരി മാറിപ്പോയതാണോ? അതെ, ഈ സാരിയെ അശ്വിൻ സാറിന് ഏറ്റവും പ്രിയപ്പെട്ട കളറാണ്, അതുകൊണ്ടാണ് എനിക്ക് സെലക്ട് ചെയ്ത് തന്നത്. അയ്യോ സോറി മേഡം. അതിനെന്തിനാ സോറി, നിനക്ക് ഈ സാരി നന്നായിട്ട് ചേരുന്നുണ്ട് അല്ലേ മുത്തശ്ശി? അതെ എന്ന് മുത്തശ്ശിയും പറയുവാണ്. അതിനുശേഷം ശ്രുതി മുകളിൽ നിന്നിട്ട് ഓരോരോ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ലാവണ്യ വരുന്നുണ്ട്. ശ്രുതിനെ കെട്ടിപ്പിടിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ശ്രുതി ലക്ഷ്മി എന്ന് പറയാണ്. എന്ത് പറ്റി മേഡം? അത് എൻ്റെയും അശ്വിൻ സാറിൻ്റെ വിവാഹത്തിന് മുത്തശ്ശി സമ്മതിച്ചു. ഇനി എത്രയും പെട്ടെന്ന് വിവാഹം നടക്കുമെന്നാണ് മുത്തശ്ശി പറയണത്. എല്ലാത്തിനും അവസരം ഉണ്ടാക്കിയതും നീ ചെയ്തതും എല്ലാം നീയാണ്. നീ എന്നെ മാറ്റിയെടുത്തു. ഞാൻ മാറി. എനിക്ക് ഈ മാറ്റം വളരെ ഇഷ്ടമാണ്. എല്ലാത്തിനും കാരണം നീയാണ്. ഇനി അശ്വിൻ സാറ് വിവാഹത്തിന് സമ്മതിക്കുമായിരിക്കും അല്ലേ? സമ്മതിക്കും മേഡം എന്ന് ശ്രുതി പറയുമ്പോഴും ശ്രുതിയുടെ മുഖം ഒന്ന് മാറുന്നുണ്ട് കേട്ടോ. എന്തുപറ്റി ശ്രുതി? ഒന്നുമില്ല എന്ന് പറയാണ്. ആ സമയത്ത് രാമേട്ടൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഏട്ടൻ ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾ അഞ്ജലി മോളെ കണ്ടിരുന്നോ? ഇല്ല എന്ന് പറയാണ്. അഞ്ജലി മോളിത് എവിടെ പോയോ എന്തോ എന്ന് പറഞ്ഞിട്ട് രാമേട്ടൻ ഇങ്ങനെ അന്വേഷിക്കേണ്ട. ആ സമയത്ത് ശ്രുതി പറയുന്നത്, ഞാനും കൂടി വരാൻ രാമേട്ട എന്ന് പറഞ്ഞിട്ട്, മേഡം ഇവിടെ നിൽക്കുക, ഞാനൊരു അഞ്ജലി മേഡത്തിന് അന്വേഷിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ശ്രുതി അഞ്ജലിയുടെ റൂമിലേക്ക് പോകും. അവിടെ ശ്യാം കിടക്കുന്നുണ്ടാവും കേട്ടോ. ശ്രുതി ഇങ്ങനെ അഞ്ജലി മേഡം എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും ശ്യാം പെട്ടെന്ന് പൊതിച്ചു മൂടി ഇങ്ങനെ കിടക്കുവാണ്. ആ സമയത്ത് ശ്രുതി ശ്യാമിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് ശ്യാമിനോട് ചോദിക്കുന്നുണ്ട്, സാറിനിപ്പോൾ എങ്ങനെയുണ്ട് സർ, കുറവുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക കേട്ടോ. ആ സമയത്ത് ശ്യാം ഒന്നും മിണ്ടുന്നില്ല. ഈശ്വര എല്ലാം തീർന്നു എന്നൊക്കെ ശ്യാമിനെ വിചാരിക്കുക കേട്ടോ. സർ അങ്ങനെയുണ്ട് സർ, കുറവുണ്ട് സർ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ആ സമയത്ത് അഞ്ജലി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ആ ശ്രുതി നീയോ? ഞാൻ മാഡത്തിന് അന്വേഷിച്ച് വന്നതാ എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ അഞ്ജലി പറയുന്നുണ്ട്, എന്ത് ചെയ്യാനാ ശ്യാമേട്ടന ഈ ദിവസം തന്നെ ഇങ്ങനത്തെ പ്രശ്നം പറ്റി. സാരില്ല, ഞാൻ മരുന്ന് കൊടുത്തിട്ടുണ്ട്, മരുന്ന് കൊടുത്ത് നല്ല ഉറക്കമായിരിക്കും, വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ശ്രുതിനെ വിളിച്ചുകൊണ്ട് പോകുക കേട്ടോ. പിന്നെ അഞ്ജലി ശ്രുതിനെ വിളിച്ചുകൊണ്ട് പോകുമ്പോഴേക്കും ശ്യാമ സമാധാനമായി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പുതച്ചു മൂടി നിന്ന് പതുക്കെ ഇങ്ങനെ എഴുന്നേറ്റ് ഇങ്ങനെ നോക്കുവാണ്. ആ സമയത്ത് ശ്രുതി പതുക്കെ അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോഴാണ് ശ്യാമിന് ഒരു സമാധാനമാവണേട്ടാ. സോറി, ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ഇത്രേ ഉള്ളൂ കേട്ടോ. ഇന്നത്തെ എപ്പിസോഡ് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ സുഖമില്ലാത്തത് കൊണ്ട്, അലർജിയുടെ പ്രശ്നം വന്നതുകൊണ്ടാണ് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് സൗണ്ട് കുറഞ്ഞു പോയത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടനെ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്താൽ മാത്രമേ ഞാൻ എപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.